അരി കിട്ടിക്കാനാണ് ഈ അപരാധം, ഈ കാട്ടപരാധം പടച്ചു വിട്ടത്. ശ്രദ്ധിച്ചോണം, എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ ലാസ്റ്റ് കുറെ കോമാളികൾ വരുവാണ്. ഇതൊരു കോമാളി പടമാണെന്ന് കാണിക്കാൻ വേണ്ടി കോമാളികൾ വരെ ഇറക്കിയ ഗീതു മോഹന്റെ സ്ത്രീ. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. യാഷ് താടിയുണ്ട്, ലുക്കുണ്ട്, കറക്റ്റ് കരടിനീയുടെ പരസ്യം. എല്ലാരും വിളിച്ചു. ഗീതു മോഹൻദാസ് ഇതുപോലെ തീട്ടപ്പടം നിങ്ങൾ പണ്ടൊരു കസബയുടെ സമയത്ത് സെയ്റ്റ് എന്ന് പറഞ്ഞ പാർവതി തിരുവോത്തിനെ ഉമ്പിച്ച സ്ത്രീയാണ് നിങ്ങൾ. നിനക്കിത് വേണം? നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? ഒന്നും മനസ്സിലാവുന്നില്ല. യാഷ് വരുന്നു, വെടിവെക്കുന്നു. യാഷ് വരുന്നു, വീണ്ടും വെടിവെക്കുന്നു. ഏതായാലും നീ കുറച്ചു ദിവസത്തേക്ക് ഫോണൊന്ന് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാം. സെയ്റ്റ് പിന്നെ ആരെ കെട്ടിക്കാണ് ഇങ്ങനെ വെടിവെച്ചു കൊണ്ടിരിക്കുന്നത്? വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. നിങ്ങളുടെ ട്രിപ്പിങ്ങിന് വേണ്ടിട്ട് യാഷിനെ ഒമ്പിച്ചില്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാണ്? വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഒറ്റക്കാരെ പറയാനുള്ളൂ, ഊമ്പിക്കോ ഊഞ്ഞാലാടരുത്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. നിങ്ങൾ അന്ന് സെയ്റ്റ് എന്ന് പറഞ്ഞ് പാർവതി തിരുവോത്തിനെ ഒമ്പിച്ചല്ലോ, അതേ നിങ്ങളെടുത്ത പറയണത്. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതി ശവത്തി കുത്തിയത്. കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. ആരെ കെട്ടിക്ക? ലാസ്റ്റ് നോക്കുമ്പോ കോമാളികൾ. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് കോമാളി പണമാണെങ്കിൽ കോമാളികൾ കിടന്ന് ഓടോ. എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം, നാളത്തെ കാര്യം സംശയമാണ്. വല്ല തകരാറുണ്ടോ ഗീതു മോഹൻദാസിന്? വല്ല തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ട്രിപ്പിംഗ് ആണോ? എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.